വഴി കൺഫ്യൂഷനായി. ഇതുവഴി ഒരു വഴി പോലെ കിടക്കുന്നു, ഇനി ഇതുവഴി ഒരു വഴി കിടക്കുന്നു. മച്ചാവരെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തെന്മല റോഡാണ് കേട്ടോ. തെന്മല ആര്യങ്കാവ് റോഡാണ്. തെന്മല ഡാമിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ മാറിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു സ്പോട്ടുണ്ട് കേട്ടോ, ഒരു പാണ്ഡവം പാറയെന്നാണ് സ്പോട്ടിൻ്റെ പേര്. ഇഷ്ടംപോലെ പാണ്ഡവം പാറയുണ്ട് കേരളത്തിൽ തന്നെ. അതിലൊരു പാണ്ഡവം പാറയാണ്. ഐതിഹ്യം കഥയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം, സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ പോയിട്ട് എങ്ങനെയാണ് വിഷ്വൽസും കാര്യങ്ങളൊക്കെ നോക്കി അറിയാം നമുക്ക്. ഇപ്പോൾ ഒരു 3:30-4 മണി ആയിട്ടുണ്ട് സമയം. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് പയ്യെ കയറി ആ ഒരു വെയിലത്തനത്ത് ഒരു സൺസെറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. എൻ്റെ ഇടത് സൈഡിൽ കണ്ടോ തെന്മല ഡാം, അല്ലെങ്കിൽ കല്ലട ഡാമിൻ്റെ റിസർവെയർ ആണ്. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, വല്ല പച്ച കളറ്. ഇപ്പോൾ നമ്മുടെ റോസ്മലയിൽ പോയാൽ കറക്റ്റായിട്ട് ആ റിസർവെയറിലെ പച്ച കളറായിട്ട് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ റോസ്മലയിൽ പോകണ വേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ. കാരണം ആ പോകുന്ന ദൂരമൊക്കെ സൂപ്പറാണ്. ഇപ്പോൾ 70 രൂപയ്ക്ക് ഒരു ടിക്കറ്റിനൊക്കെ. ഞാൻ പോവുക അന്ന് ലാസ്റ്റ് പോയിന്റ് അന്ന് 70 രൂപയായിരുന്നു കേട്ടോ. 70 രൂപയ്ക്കൊന്നും ആ വ്യൂ പോയിന്റ് കയറി കാണാന്നുള്ളതൊന്നും സത്യം പറഞ്ഞില്ല. അതുവരെയുള്ള ആ ടിക്കറ്റ് എടുക്കാതെ അതുവരെയുള്ള ആ റൂട്ട് തന്നെയാണ് നല്ലത്, ആ ഫോറസ്റ്റ് റൂട്ട്. അതിന് ഇടയ്ക്ക് ഒരു കുറച്ച് വെള്ളമൊക്കെ ഉള്ള സ്ഥലമുണ്ട്, അവിടെ വെള്ളം ഉണ്ടെങ്കിൽ നല്ല സെറ്റാണ്. അപ്പോൾ എനിക്കിനി ഇവിടെ നിന്ന് ഒരു 3.2 കിലോമീറ്റർ കാണിക്കുന്നു. മാപ്പ് കറക്റ്റ് ആണെന്നൊന്നും അറിയത്തില്ല എനിക്ക്. പാണ്ഡവം പാറ ലൊക്കേഷൻ അടിച്ചു, ശരിയാവുമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തും പറയാം കേട്ടോ, മാപ്പിൽ ലൊക്കേഷൻ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ നോക്കാം കേട്ടോ. കുറച്ച് വെയിൽ കൊണ്ട് കുറച്ച് കൂടി പോകുമെന്നൊരു ഡൗട്ടുണ്ട് വെയിൽ. പിന്നെ അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ ഉണ്ട് ഈ ഏരിയ. ഈ തെന്മലയിൽ നല്ല ടൂറിസത്തിൻ്റെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ആൾക്കാർ വരും കേട്ടോ, വലിയ വണ്ടികളിലൊക്കെ. ഇപ്പം പോകുന്ന സ്ഥലത്ത് എത്ര പേർക്ക് അറിയാമോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് പോകുമ്പോൾ അറിയാം ഇനി എങ്ങനെയാണെന്ന്. എന്തായാലും അവിടെ പോയി കുറച്ചധികം നേരം ഒന്ന് ഇത് ചെയ്യണമെന്നുണ്ട്. ഒന്ന് കറക്റ്റ് വ്യൂ ആയിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം കിടക്കണമെന്നൊക്കെ ഉണ്ട് പാറമണ്ടയിൽ. എങ്ങനെയാണ് നോക്കട്ടെ. അവിടെ ഒരു ക്രൗഡ് ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നാൽ മാത്രം മതിയായിരുന്നു. ഞാൻ ഒരു റീല് മാത്രം കണ്ടതേ ഉള്ളൂ. ഞാൻ വേറെ ഈ സ്ഥലത്തിനെ പറ്റി കൂടുതൽ അറിയത്തില്ല. കാരണം ഒരുപാട് പാണ്ഡവം പറയുന്നുണ്ട്. പത്തനംതിട്ട ഒന്നുണ്ട്, കൊല്ലത്ത് തന്നെ വേറൊരു പാണ്ഡവം പറയുന്നുണ്ട്. മച്ചവരെ അപ്പം നമ്മൾ ആ ഡാം പോകുന്ന വഴിയിൽ നിന്നും കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്തെടുത്തായിരുന്നു. ഇത് കണ്ട ഇത് കനാല് പോലത്തെ സംഭവം എന്തോ ആണെന്ന് തോന്നുന്നു. മറ്റേ റെയിൽവേ ആ ബ്രിഡ്ജ് കണ്ടോ ദൂരെ അങ്ങ് കാണാൻ കേട്ടോ. മറ്റേ റെയിൽവേ മറ്റേ 13 കല്ലറ പാലം. 13 കല്ലറ അതല്ല, അതുപോലത്തെ വേറൊരു പാലം, 13 ഇല്ലാത്തത്. ഇനി ഇവിടുത്തെ മാപ്പിൽ റൈറ്റ് ലൊക്കേഷൻ കറക്റ്റ് ആണെന്തോ. എനിക്ക് തോന്നുന്നു ഈ മല തന്നെ. ഇനി വല്ലവൻ്റെ വീട്ടിനകത്ത് പോയി നിൽക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. റൂട്ടൊക്കെ എന്തായാലും അവിടെ എത്തുമല്ലോ, എത്തുമ്പോൾ നോക്കാം. ഇങ്ങോട്ട് ഇത് തന്നെയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ മുകളിലൊരു വണ്ടി പോകുമെന്ന് തോന്നി. അതാണെന്ന് തോന്നുന്നു. ഇതോ കണ്ടോ, അതാണ് ആ പാറയാണെന്ന് തോന്നുന്നു. അതാണെങ്കിൽ സൂപ്പർ, എന്നാ സെറ്റ് കേട്ടോ. പക്ഷേ ഇപ്പോഴും നല്ല പേരുണ്ട്. അത് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, കുറച്ച് ട്രക്കിങ് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. മാപ്പിൽ കുറച്ച് ദൂരം മാത്രമേ വഴി കാണിക്കുന്നുള്ളൂ. ഒരു 300 മീറ്റർ കൂടെ മാപ്പിൽ കാണിക്കുന്നുള്ളൂ. ബാക്കിയപ്പം ട്രക്കിങ് ആയിരിക്കും. മുമ്പ് 1 കിലോമീറ്ററൊക്കെ നടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ മാപ്പിലുള്ള ലൊക്കേഷനിൽ കുറച്ചും കൂടെ ഒരു 20 മീറ്റർ കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇതിലൊരു ബോർഡൊക്കെ കാണും കേട്ടോ, ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഉറുകുന്നു പാണ്ഡവം പറയുന്നു പറഞ്ഞ് അത് കയറി വരുമ്പോൾ ഈ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി സ്റ്റെപ്പ് ഇങ്ങനെയാണ്. റോഡ് സൈഡിൽ തന്നെ അല്ലെ ഇവിടെയുള്ള ആഴത്തെങ്കിലും ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി തുടങ്ങി. ഇത്രയും സ്റ്റെപ്പ് കുറേ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം, അല്ലെ ഫുള്ള് സ്റ്റെപ്പ് എന്നുവെച്ചാൽ അങ്ങനെ ഉറുകുന്നു പാണ്ഡവം പോലെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉറുകുന്നു പാണ്ഡവം പോലെയാണ്. ഇവിടെ ഫുള്ള് റബ്ബർ പ്ലാന്റേഷനാണ് കേട്ടോ. ഇത് ഫുള്ള് റബ്ബർ പ്ലാന്റേഷൻ. പിന്നെ ഇതുവരെ വീടുണ്ട് ഈ ഒരു പാറയിൽ ഇതുവരെ. പിന്നെ അങ്ങോട്ട് ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ അങ്ങോട്ട്
പൈപ്പ് ലൈൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ വെള്ളത്തിൻ്റെ എന്തൊക്കെ സംഭവം. ഇതുവരെ പക്ക കോൺക്രീറ്റ് ഇതാണ്. അതിനുശേഷം അങ്ങോട്ട് പാറയാണ് കേട്ടോ. നമുക്ക് വണ്ടി റോഡ് വെച്ചിട്ട് നടക്കാനേ പറ്റുള്ളൂ. ട്രക്കിങ് കുഴപ്പമൊന്നുമില്ല. ഇത് ഇതൊക്കെ എന്ന് പറയുന്നത് ഈസിന്നും അതിനെക്കാട്ടി ഈസി എന്ന് വേണം പറയാം. കാരണം ചെറിയൊരു ഇതേ ഉള്ളൂ, ചെറിയൊരു ഹൈക്കിങ് ആയിട്ട്. അവിടെയൊക്കെ നമുക്ക് തന്നെ വഴി അറിയാം. ഇതൊക്കെ നിസ്സാരം, പക്ഷെ വ്യൂ സൂപ്പറായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെ ഓപ്പോസിറ്റ് ഡാമാണ്, അപ്പോൾ അതിൻ്റെ റിസർവർ കാണാം. പിന്നെ അല്ലാതെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഓപ്പോസിറ്റ് ഫുള്ള് മലയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മറ്റേ ട്രക്കിങ് ഈസിയാണെന്ന് വെച്ചാൽ ഈസിയൊക്കെയാണ്, പക്ഷേ ഇപ്പം വഴി കൺഫ്യൂഷനായി. ഇതുവഴി ഒരു വഴി പോലെ കിടക്കുന്നു, ഇനി ഇതുവഴി ഒരു വഴി കിടക്കുന്നു. നമുക്ക് പക്ഷേ ഇതുവഴി അങ്ങ് പോകും. അത് പിന്നെ കണ്ടിട്ട് ആ വഴി ഒരു രസമില്ല. ഓ നോക്കണ്ടോ, അത്ര ഉണ്ട് കേട്ടോ കയറാൻ. അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ടോപ്പ് ഒരു വണ്ടി എത്തും, പിന്നെ അവിടെ നിന്ന് കുറച്ചേ കാണുള്ളൂ എന്ന്. വഴി തീർന്നു പോയി, അതായിരുന്നു. പക്ഷേ ടാസ്ക് വഴി തീർന്നു ഗൈസ്. പക്ഷേ ഈ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇത് വളഞ്ഞു പൊളഞ്ഞുള്ള വഴിയാണ്. മറ്റേത് കുറച്ച് കുത്തനെയാണെങ്കിലും അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത്ര വഴിയെന്ന് തോന്നണം. അമ്പോ ചെരിഞ്ഞ് കിടക്കണം, പാറണ്ട, ദൂരെത്തണം. നമുക്ക് എന്തായാലും നടക്കാം. നടന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ട്രക്കിങ്ങിനൊക്കെ വരുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമൊക്കെ കൊണ്ടുവരിക. വെള്ളം കൊണ്ടുവന്ന് വരുമ്പം ചുമക്കേണ്ടത് ഇത് വരും, പക്ഷെ അത് കൊണ്ടുവരുന്നത് നല്ലതാണ്. മുകളിൽ പോകുമ്പോൾ ഇരുന്ന് കുടിക്കുക, അല്ലെങ്കിൽ പോകുന്ന വഴി തന്നെ കുടിക്കുക. എന്തായാലും ഇനി ഇപ്പോൾ ഇവിടെ ഒന്ന് മഴ പെയ്യക്കില്ലെന്ന്, അതാണ് ഫുള്ളൊരു പച്ചപ്പൊക്കെ മങ്ങി. അവരത് ഫുള്ള് പച്ചപ്പാണെങ്കിൽ ഇത് പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചും കൂടെ ഒന്ന് മുകളിലോട്ട് കയറട്ടെ, എന്നിട്ട് ബാക്കി വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ട നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വഴി എത്തിയിട്ട് കുറച്ച് തിരിച്ചിറങ്ങാൻ നോക്ക്, വേണമെങ്കിൽ അതുവഴി ഇറങ്ങാം. അതാണ് ഈ ഒരു വഴി. ഇവിടെ തന്നെ വന്നെത്തി, പക്ഷെ അത് കുറച്ചുകൂടെ കുത്തനെയുള്ളതാണ്. ഒരപ്പൂപ്പ് ഇറങ്ങിപ്പോണം. ഇവിടെ മുകളിൽ എന്തോ ഒരു ക്ഷേത്രം ഉണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ ഏകദേശമായി 65% കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നു. നമുക്കത് ആ മോനെ പൊളി കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നത് നമ്മൾ കാണുന്ന കാഴ്ചകളുണ്ടാ. ഒരു സൈഡ് ചരിഞ്ഞൊക്കെ ഫുള്ള് ഇതൊക്കെ ഫുള്ള് നല്ല വെട്ടം വീണതുപോലെ. പക്ഷെ കുറച്ചുകൂടെ പച്ചപ്പ് ഉണ്ടായിരുന്നെങ്കിൽ. എനിക്കത് വേനൽ പിടിച്ചില്ല, ഒരു വാടിയ പച്ചപ്പ് പോലെ, ഒരു ബ്രൗണിഷ് പച്ചപ്പ്. നല്ല പച്ചപ്പാണെങ്കിൽ സൂപ്പറായിരിക്കും മഴയത്തൊക്കെ ഈ സ്ഥലം പൊളി കേട്ടോ. ഓ നോക്കൂ, അവിടെ ഒരു മല. ഓ അത് സെറ്റായിരിക്കും കേട്ടോ കയറിയാൽ. കറുതൊക്കെ മറ്റേ ഇങ്ങനെ പരവതാനി പോലെ കിടക്കുന്നു. ഓ അത് കയറാൻ പറ്റുമോ എന്തോ, നമുക്ക് അന്വേഷിക്കാം കേട്ടോ. നമുക്ക് എന്നാൽ വേറൊരു ദിവസം വന്ന് നമുക്കതും കയറാം. ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഓരോ കാലടികളും വച്ച് അവസാനം നമ്മളെത്തും. നല്ല കാറ്റുണ്ട്, അത്യാവശ്യം വിയർക്കുന്നുണ്ട്. ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. വരയിലൊക്കെ നല്ല കിടിലം, നല്ല രസമുണ്ട്. പിന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഇതാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് കാവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാറയാണ്, വഴിയൊക്കെ ശ്രദ്ധിച്ച് വയ്ക്കണം. ചില കല്ലുകളൊക്കെ ഇളകിയിരിക്കുന്നുണ്ട്, അപ്പോൾ അത് നോക്കി വെച്ച് വേണം. സൂര്യൻ അതിൻ്റെ ഇടയിൽ നിന്ന് അടിക്കുന്നുണ്ട്. ഇപ്പം ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു സൺസെറ്റ് കണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം കുറച്ച് വെയിൽ കൂടുതലാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, സൺസെറ്റ് കണ്ടിട്ടേ പോവുള്ളൂ. കാവ് കാര്യമാണ് കേട്ടോ. എന്താ
ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ തറയിൽ നന്നായിട്ട് നോക്കി പോകണം. പാമ്പൊക്കെ കാണും, പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഏകദേശം എത്തിയെന്ന് തോന്നുന്നു ഗൈസ്. ചമരമ്മ പൊളിച്ച് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ബാക്കി അവിടെ എത്തിട്ടെ, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അല്ലേ വേണ്ട, നോട് സൂപ്പറല്ലേ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒരു റൂമൊക്കെ കെട്ടിയിരിക്കുന്നു. ക്ഷേത്രത്തിന് ആവശ്യത്തിനുള്ള കറണ്ടൊക്കെയാണ് തോന്നുന്നു. കറണ്ട് ഒരു ടോയ്ലറ്റൊക്കെ വെച്ചിട്ടുണ്ട്. വെയിൽ കുറച്ച് കൂടിപ്പോയി, നന്നായിട്ട് മൂത്തടിക്കാൻ കേട്ടോ. ഇത്ര ഹൈറ്റുള്ള സ്ഥലമല്ലേ. അപ്പോൾ ഷൂസ് ഒക്കെ പാദരക്ഷകളൊക്കെ ഇതുവരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊപ്പം ഊരിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ക്ഷേത്രമാണ് കേട്ടോ. അതാണ് നമുക്ക് പേടിക്കുന്നത്. ഞാൻ ഇപ്പോഴുള്ള വ്യൂസൊന്നും കാണിച്ചു തരില്ല. ഞാൻ കുറച്ചൊന്നേ ഈ വെയിലൊക്കെ തണുത്തിട്ട്, എന്തായാലും വെയിലൊക്കെ തണുത്തിട്ടേ പോവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇതൊക്കെ കാണിച്ചു തരാം. കണ്ട ആ പാറലൊക്കെ വലിഞ്ഞ് കയറി അവിടെയൊക്കെ കണ്ട സെറ്റ് വ്യൂസൊക്കെ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോവാം. അച്ഛന്മാരെ ഒരു രക്ഷയില്ല, സൂപ്പർ കേട്ടോ. പക്ഷേ വെയിലിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മഴയത്തൊക്കെ വന്ന് ഇവിടെ പൊളിക്കും. പേടിക്കാനൊന്നുമില്ല, മഴയത്തൊക്കെ സെറ്റായിരിക്കും. കിട്ടുന്ന വ്യൂ കിട്ടും, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഈ പാറ അറ്റത്തൊന്നും പോലും മഴയത്ത് നല്ല വഴുക്കൽ കാണും. നല്ല നോക്കെ ഒറ്റപ്പാറാണ്. മഴയത്ത് വന്നാൽ നേരെ അങ്ങ് താഴേക്ക് പോകും. അത്യാവശ്യം നല്ല ഇതിൽ സ്ലാപ്പായിട്ട് കിടക്കിയത്. നമുക്കെന്തായാലും ഒരു തണൽ അവിടെ കൊണ്ട് മരത്തിൻ്റെ തണലാണ്. പക്ഷേ നോക്കട്ടെ, ഒരു തണൽ തപ്പിയിരിക്കണം. എന്തായാലും ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഫുൾ വ്യൂ ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ഷേത്രം. നല്ല കിടിലം കാറ്റ്, നല്ല വെയിലുണ്ടെങ്കിൽ നല്ല കിടിലം കാറ്റ്. നമ്മൾ എടുത്തെടുത്തോണ്ട് പോയിരുന്നു. സൂപ്പർ കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഇവിടെ കിട്ടുന്ന വ്യൂവും സൂപ്പറാണ് കേട്ടോ. പക്ഷേ താഴെന്നപ്പോൾ ഒരു കുരിശുണ്ടല്ലോ, അപ്പോൾ അതായത് പാറ. അപ്പോൾ നമുക്ക് സൂപ്പർ പോയിട്ട് പിന്നെ ഒരു രക്ഷയില്ല. മച്ചവരെ കാറ്റ് സൈക്കിളിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശിയാണ്. ഹെൽമെറ്റ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. ഹെൽമെറ്റിനൊക്കെ എടുത്തോണ്ടങ്ങ് പോകും, അമ്മാതിരി കാറ്റാണ്. അതാ കണ്ടോ, ഇവിടെയുള്ള വ്യൂസ് കാര്യം കാണിച്ചാൽ ഒരു ചെക്ക് ഡാം ഉണ്ട് അവിടെ. ഗോപുരം എത്ര നല്ല, അവിടെയാണ് കല്ലട ഡാം വരുന്നത്. നമ്മുടെ തെന്മല ഡാം അവിടെയാണ്. ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്, അതുവരെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സൂപ്പർ വ്യൂ ആണ്. പക്ഷേ കാറ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടെ കുറച്ചുകൂടെ സൂര്യനാരായണമുള്ള ആ ഒരു വ്യൂ വെച്ച് തരാം. എടുത്തോണ്ട് പോവുകയാണ് കാറ്റ്. ഇവിടെ മറ്റേ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുകൊണ്ട് വന്നാൽ അമ്മ അതിന് നമ്മൾ വളരെ ഒരു രക്ഷയില്ലട്ടോ. കാറ്റെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ നേരത്തെ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. എന്തായാലും സൂര്യൻ താന്ന് തുടങ്ങിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ എൻ്റെ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഡീറ്റെയിൽസ് അതെല്ലാം കാണിച്ചതല്ലോ. അപ്പോൾ സൂര്യൻ്റെ ഒരു കുറച്ചും കൂടെ താഴ്ന്നതിൻ്റെ ഒരു ടൈം ലാപ്സും കൂടെ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോയി. ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ വന്നായിരുന്നു കേട്ടോ. കുറച്ച് ആൾക്കാർ, ഫാമിലിയുടെ കൂടെ കുറച്ച് പിള്ളേരൊക്കെ വന്ന് ഇവിടെ കിടന്ന് കളിയായിരുന്നു. അങ്ങനെയാണ് ഉണർന്നത്. എന്തായാലും നല്ല കാറ്റുകൊണ്ട് അങ്ങ് ഉറങ്ങി അങ്ങ് പോയി. എന്തായാലും ഒരു അരമണിക്കൂർ നല്ല ഉറക്കം കിട്ടി. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ കിടക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ കിടന്നു പോകും, രാത്രിയൊക്കെ ഇവിടെ കിടന്നു പോകും. 6 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം, എന്നാലേ വീട്ടിലൊരു 2 മണിക്കൂർ കൊണ്ട് വീടെത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ ആ സൂര്യൻ്റെ ആ ഒരു ടൈം ലാപ്സ് ഉണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ സൂര്യൻ താഴെ, ആ ഒരു ടൈം ലാപ്സും കൂടെ കാണിച്ചു തരാം. അതിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെ ആരും ശല്യമില്ല. കുറച്ച് പിള്ളേർ മാത്രം ഇടയ്ക്ക് വന്നതേ ഉള്ളൂ. അവരുടെ ഒരു ശല്യമുണ്ട്. അവർ കുറച്ച് നേരം വേറെ വെച്ചിട്ട് അവരങ്ങ് പോയി. ഇപ്പോഴത്തെ ഞാനോ ഇവിടെ ഒറ്റയ്ക്കാണ് കേട്ടോ. ഫുൾ രസമുണ്ടല്ലോ. അവരങ്ങ് പിള്ളേരുണ്ടായിരുന്നതോ അങ്ങ് അറ്റമൊക്കെ അങ്ങ് പോയിരിക്കുകയാണ്. പക്ഷേ കേട്ടോ, നല്ല കാറ്റും നല്ല രസമുണ്ട്. എന്താ പറയുക, ഇവിടെ ഇന്ന് പോകുന്നില്ല, നല്ല തണുത്ത കാറ്റ്. ഇപ്പോൾ നല്ല തണുത്ത കാറ്റ്, സൂപ്പർ. അതിൽ ഞാൻ ഒരു ടൈം ലാപ്സ് കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വന്നിരിക്കുന്നത് ഇത് ചെക്ക് ഡാമാണ് കേട്ടോ. ഇത് അവിടെയാണ് നമ്മൾ ഡാം വന്നിരിക്കുന്നത്, ഡാം. ഇത് ആ കാണുന്ന മല, ഈ കാണുന്ന മല, ഇതിൻ്റെ അപ്പുറത്തൊരു മല. ഒരു മല.
തെന്മല വരുന്നതിനെക്കാട്ടി സൂപ്പറാണ് കേട്ടോ ഇവിടെ. കാരണം ഒരു ഭയങ്കര കാരണം ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ. മറ്റാരുടെ ശല്യമില്ലാതെ ഇഷ്ടപ്പെടുന്നവർക്ക് മറ്റൊരു സ്ഥലമാണ്. ഇപ്പം വേറെ ആരുമില്ല. ഇപ്പം ക്ഷേത്രത്തിൽ പാട്ടാരോ വന്നിട്ട് ഏതോ ഒരാൾ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. കാറ്റ് കൂടി വരികയാണ്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഭയങ്കര കാറ്റായി നല്ലതാണ്. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ സാധനമൊക്കെ എടുത്തെറിഞ്ഞുകൊണ്ട് പോവുകയാണ്, ഹെൽമെറ്റ്. അപ്പോൾ കേട്ടാ പോയി എൻ്റെ ബാഗൊക്കെ ബോർഡ് ചവിട്ടി പിടിച്ച് വെച്ചിരിക്കുകയാണ് മനുഷ്യന്മാരെ. അപ്പോഴേ ഞാൻ ഇനി പോവേണ്ടി ഇനി പുതിയൊരു ഇതിനെ കട്ടി കാറ്റാൻ ഇതുപോലെ വെറൈറ്റി സാധനമായിട്ട് വരാൻ കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ ഇവിടെ പോകുന്നല്ലോ. ഇവിടെ ഇങ്ങനെ കിടക്കുന്ന പൊളി. പക്ഷേ എന്തായാലും ഞാൻ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.